അപ്പൊ ഇന്ന് നമ്മളെ മോര് കാച്ചിയത് ഉണ്ടാക്കാൻ പോവാട്ടോ. സന്ധ്യച്ചി സ്പെഷ്യലാണ്. അപ്പൊ ഇത് നമ്മള് ഇതുവരെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് വേറൊരു മോഡലാണ് കേട്ടോ. അപ്പൊ സന്ധ്യച്ചി ഉണ്ടാക്കിയാല് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. കൈപ്പുണ്യാണ് കേട്ടോ ഭയങ്കര. അപ്പൊ നമ്മളെ മോര് അച്ഛൻ പോകട്ടോ. അപ്പൊ ആദ്യം മൺചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതിക്ക് ഉലുവയും കടുകും എനിക്ക് ഉണക്കമുളക് ഇട്ടിട്ടോ. ഉണക്കമുളക് ഒന്ന് ചൂടാകുമ്പോ നമ്മളെ ചീനാപ്പറങ്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടോ. എന്നിട്ട് ഒന്നൊരു വാടിയിട്ട് ഒന്നും ഇങ്ങോട്ട് പാടോ കേട്ടോ. ഈ കരിവേപ്പില കറിവേപ്പില അങ്ങനെ ഇട്ടതാണ് കേട്ടോ. കരിവേപ്പില എങ്ങനെ ഇടുക? നമ്മളെ നാടൻ മോരാണ്. നാടൻ മോര് ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം മതി. എത്ര വേണം? നല്ല പുളി ഉണ്ട്. നല്ല പുളിയുള്ള വെള്ളം ചേർത്തത്. കുറച്ച് വെള്ളം, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോളൂ. ഉപ്പില്ലേ? പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടോളൂ. ഉപ്പ് പുളിയാകുമ്പോ കുറച്ച് ഉപ്പ് വേണല്ലേ ഇതിക്ക്. നമ്മളെ മോര് കാച്ചിയത് തിളച്ച് നല്ല അടിപൊളി മണൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മള് കുരുമുളക് ചേർക്കും. പക്ഷെ നമ്മളെടുത്ത് ഇപ്പൊ കുരുമുളക് ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഇതിക്ക് ചീനമുളക് ഇട്ടത്. അതേപോലെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ആക്കിയത്. അപ്പൊ കുരുമുളക് ഉള്ളവര് കുരുമുളക് ഇട്ടിട്ട് ഉണ്ടാക്കണം കേട്ടോ. അത് ചെയ്യുമ്പോ എല്ലാവർക്കും അറിയണ്ടാവും. നമ്മളിത് ആദ്യമായിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ് അല്ലേ? അടിപൊളി. ചോറിന്റെ ഒപ്പം കൂട്ടാ, വെറുതെ കുടിക്കട്ടോ.